എന്നോടൊപ്പം കാസർഗോഡ് എന്നുള്ള 2 പേരാണുള്ളത്. കൊച്ചുമിടുക്കം മാത്രമല്ല മിടുക്കിയുണ്ട്. ഇവർക്ക് പലതരം കാര്യങ്ങൾ, ഇവരുടെ പിന്നിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണം, കുറച്ച് സസ്പെൻസ് ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഓരോരുത്തരുടെ പെർഫോമൻസ് ആയിട്ട് കാണാം. ആദ്യം ശിവാനിയുടെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. കുതിര, ദഫ്മുട്ട്, പതിഹമനോമര പുല്ലല്ല മുഹമ്മദ് നബിയുള്ള പുല്ലല്ല പ്യാമിന യാമിന പുല്ലല്ല അല്ല പ്യാമിനാമ പുല്ലല്ല പതിഹമനോമര പുല്ലല്ല മുഹമ്മദ് നബിയുള്ള പുല്ലല്ല പ്യാമിന യാമിന പുല്ലല്ല അല്ല പ്യാമിനാമ പുല്ലല്ല. കാന്താര, അപ്പോൾ ശിവാനിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാൻ പോകുന്നത് കൃഷ്ണജിത്തിന്റെ പെർഫോമൻസ് ആണ്. കൃഷ്ണജിത്ത് അവതരിപ്പിച്ചോ. ബീറ്റ് ബോക്സ്, വുഡ് കട്ടർ, ബൈക്കുകളിൽ രാജാവായ RX 100, ബാലേട്ടന്റെ തട്ടുകടയിൽ നിന്ന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ സർപ്രൈസ് ഉള്ളത് ശിവാനിയെ പഠിപ്പിച്ചിരിക്കുന്നത് ശിവാനിയുടെ അമ്മയാണ്. ശിവാനിയുടെ അമ്മ അത്ര ചില്ലറക്കാരിയല്ല. കഴിഞ്ഞ 6 വർഷമായി കുടുംബശ്രീയുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിലെ 1ാം സമ്മാനം വാങ്ങുന്ന ഒരാളാണ് ശിവാനിയുടെ അമ്മ. നമുക്ക് ശിവാനിയുടെ അമ്മേനെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേര് പറഞ്ഞോ. എൻ്റെ പേര് സരിത ശിവൻ, മല്ലത്താണ് വീട്. പിന്നെ കഴിഞ്ഞ 6 വർഷമായി മിമിക്രി സംസ്ഥാന തലത്തിൽ കുടുംബശ്രീ കലോത്സവത്തിൽ 1ാം സ്ഥാനമാണ്. പിന്നെ നിരവധി റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റൽ അസോസിയേഷൻ നടത്തിയ 100 പേരടങ്ങുന്ന ഒരു കോമഡി, അതായത് മിമിക്രിയുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചില്ലറക്കാരിയല്ലാന്ന്. അപ്പൊ ഇതുപോലൊരു ചില്ലറക്കാരിനെ നമ്മുടെ കൈ കിട്ടിയാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ. അപ്പൊ ചേച്ചിയുടെ ഒരു പെർഫോമൻസ് കൂടെ നമുക്ക് കാണാം അല്ലേ. ആദ്യം തന്നെ നമ്മുടെ കർണാടകയുടെ ഏറ്റവും തലപ്പത്തെത്തിയ ഒരു സിനിമയാണ് കാന്താര എന്ന സിനിമ. ആ കാന്താര സിനിമയുടെ ഒരു BGM. അതുപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ നായികയാണ് കാവ്യ മാധവൻ. കാവ്യ മാധവൻ നമ്മുടെ ഈ തൃശ്ശൂർ നഗരത്തിൽ ഈ കലോത്സവ നഗരിയിൽ എത്തിച്ചേർന്നാൽ എന്തായിരിക്കും സംസാരിക്കുക, നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കൂൾ ജീവിതമാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഈ കലോത്സവം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അമ്മമാർ തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ശരിക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇത് കാണുമ്പോൾ. അതുപോലെ നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ ഒരാളായ വെള്ളാപ്പള്ളി നടേശൻ സാർ ഇവിടെ വന്നാൽ എന്തായിരിക്കും സംസാരിക്കുക, നോക്കാം. അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതേകൂടി പരിപാടി കാണുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി, വളരെയധികം ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്. ചേച്ചിയുടെ പെർഫോമൻസ് കലക്കി തന്നെ പറയാം അല്ലേ. നമുക്ക് എന്തായാലും ഒരു കാര്യം കൂടെ പറയാണ്. 2 പേർക്കും നമ്മുടെ പെർഫോം ചെയ്ത 2 പേർക്കും A ഗ്രേഡ് ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഇവർ A ഗ്രേഡ് വാങ്ങിക്കൊണ്ടാണ് കാസർഗോഡേക്ക് പോയത്. ഇനിയും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ 2 പേരും നിറഞ്ഞു നിൽക്കട്ടെ. ഞങ്ങൾ അതോടൊപ്പം തന്നെ ചേച്ചിക്കും കൈരളി TVയുടെയും അതുപോലെ തന്നെ നമ്മുടെ കൈരളി ചാനലിൻ്റെ പ്രേക്ഷകരുടെയും എല്ലാം ആശംസകൾ 3 പേർക്കും കൂടി അറിയിക്കുകയാണ്.